നമുക്ക് നമ്മുടെ പീച്ചിങ്ങ പയർ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു ചെറിയ പീച്ചിങ്ങ ഇതുപോലെ നമ്മൾ സാധാരണ കറിക്ക് കട്ട് ചെയ്യുന്ന പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ മാക്സിമം മാറ്റിയിട്ട് ആ തൊലിയുടെ തിക്നെസ് ഉള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിലേക്ക് 1/4 കപ്പ് ചെറുപയർ ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തതാണ്. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ എടുക്കാം കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ്. പിന്നെ വേണ്ട കാര്യങ്ങൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ പറയാം. ആദ്യം നമുക്ക് ഈ ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കാം. ചെറുപയർ ഒരു 5 വിസിൽ വന്നാലേ നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ചെറുപയർ ഒരു 5 വിസിൽ വരുന്നത് വരെ കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചെറുപയർ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. ഉപ്പ് ചേർക്കാതെയാണ് 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. 240 ml കപ്പിൽ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ചെറുപയർ വേഗം കുക്കായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാതെ വേവിച്ചാലാണ് വേഗം കുക്കായി കിട്ടുക. അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കാതിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചെറുപയറിൻ്റെ വിസിൽ വന്നു കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരളവിൽ കറി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ചെറിയ ക്വാണ്ടിറ്റി പറയുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ക്യൂമിൻ സീഡ്സ്, നല്ല ജീരകം, 2 ഉള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിലും 1/4 ടീസ്പൂൺ മതി. പിന്നെ നമുക്ക് പച്ചമുളക് ചേർത്ത് വേവിക്കാം, അല്ലെങ്കിൽ കളർ മാറിപ്പോവും കറിയുടെ. ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ പയർ കുക്കായി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ പയർ കുക്കായി വന്നിട്ടുണ്ട്. വിടർന്ന് പോയിട്ടൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് കുക്കായിട്ടേ ഉള്ളൂ. ഇനി ഒരു വിസിലും കൂടി വന്നാലേ കറക്റ്റ് പൊട്ടി വിടർന്ന് വരുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പച്ചമുളക് ഒരു 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുകയാണ്. നമ്മൾ അരപ്പിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പച്ചമുളക് 2 എണ്ണം മതി. പിന്നെ ഒരു തക്കാളിയുടെ ഒരു 1/4 ഭാഗം ചേർക്കുന്നുണ്ട്. അത് വലിയ പീസുകളായിട്ടാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ പീച്ചിങ്ങ. ഉപ്പ് ചേർത്തിട്ടില്ല, ഇതെല്ലാം ചേർത്തിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. നമുക്ക് ഉപ്പും കൂടി ചേർക്കാം. പീച്ചിങ്ങയ്ക്കും പയറിനും തക്കാളിക്കും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കും. ഇപ്പോൾ കുറച്ച് വെള്ളമുണ്ട്, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു വിസിലും കൂടി വരുന്നത് വരെ വേവിച്ചെടുക്കാം. നമ്മുടെ പയറും തക്കാളിയും പീച്ചിങ്ങയും ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അരപ്പ് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ തക്കാളി വല്ലാതെ ഉടഞ്ഞു പോകണ്ട, അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് തന്നെ അരപ്പ് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഇളക്കാൻ എളുപ്പമായിരിക്കും. തക്കാളി വല്ലാതെ ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത്ര സുഖം ഉണ്ടാവില്ലല്ലോ നമ്മുടെ കറി കാണാനായിട്ട്. അരപ്പ് ചേർത്തിട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യുക. ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി വെള്ളം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇനി വെള്ളം ചേർക്കുന്നില്ല, ഇത്രയും ഗ്രേവി മതി. ഇതൊന്ന് തിളച്ച് വരട്ടെ മീൻസ് ഒരുപാട് തിളയ്ക്കരുത്. ജസ്റ്റ് ഒന്ന് ബബിൾസ് വന്ന് തുടങ്ങുന്ന ആ ഒരു പാകത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ തക്കാളി ഒന്നും ഉടഞ്ഞു പോയില്ല. കണ്ടോ, പയറൊക്കെ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ജീരകത്തിൻ്റെയും തേങ്ങയുടെയും ഉള്ളിയുടെയും ഒക്കെ ആ റോ സ്മെല്ലൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് 2 മിനിറ്റ് ഒന്ന് ആവി വരണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ തിളച്ച് വരും. അപ്പോൾ 2 മിനിറ്റ് ഞാനൊന്ന് ഇളക്കി കൊടുക്കട്ടെ. വറവിടാനുള്ള കാര്യങ്ങളും അടുപ്പിച്ച് വെക്കട്ടെ. അപ്പോൾ നമ്മുടെ കറിയിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇനി വേറൊരു പാൻ വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. എല്ലാ കറികൾക്കും പറയുന്ന പോലെ വെളിച്ചെണ്ണയിൽ തന്നെ വറവിടുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽമുളക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക, അടച്ച് വയ്ക്കുക. ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് കഴിക്കാം കേട്ടോ. ഇങ്ങനെയുള്ള കറികളൊക്കെ ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് കഴിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള റെസിപ്പികളൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ, പീച്ചിങ്ങയും പയറും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ പീച്ചിങ്ങയും പയറും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല കോമ്പിനേഷനാണ് ചോറിൻ്റെ കൂടെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ
നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത് കണ്ടോ, ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവിയല്ല, ഒരുപാട് തിക്കായിട്ടുള്ള ഗ്രേവിയല്ല, പാകത്തിനുള്ള ഗ്രേവി ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാതെ, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.